പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം വിജയനെയും മകൾ വീണയെയും ചോദ്യം ചെയ്യാനും വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാനും വേണ്ടി ED ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷൻ്റെ മുന്നിൽ വന്നതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 10-18 പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് വലിയ പരാജയമായിരുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. ഈ ആക്രമണം ആസൂത്രിതമായിരുന്നു എന്നുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. ഈ ആക്രമണം പിണറായി വിജയനോട് ആഭിമുഖ്യമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നതെന്നുള്ള നിലയിലുള്ള വാദമുഖങ്ങൾ ഉണ്ട്. ഈ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് CPM നടത്തുന്ന വാദഗതികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള വാദഗതികൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിലവിലുണ്ട്. സുഹൃത്തുക്കളെ, ഈ വാദഗതികൾക്കൊക്കെ ഇടയിൽ ഈ ആക്രമണം യഥാർത്ഥത്തിൽ പിണറായി വിജയനോട് വിധേയത്വം പുലർത്തുന്ന ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, DGP മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തെറ്റിദ്ധരിപ്പിച്ച് അവർ നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള വാദമുഖം വിശദമായി ഉന്നയിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞൊരു 10 പതിറ്റാണ്ട് കാലമായി പിണറായി വിജയൻ്റെയും P ശശിയുടെയും ഉത്തരവുകൾ വിശ്വസ്ത വിനീത വിധേയന്മാരെ പോലെ നിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരുന്നവരാണ് ഇവിടുത്തെ DGPയും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥ വൃന്ദവും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യം ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖരൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാകുന്നവരെ അദ്ദേഹം വിജയൻ്റെയും ശശിയുടെയും വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. അവർ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ആളായിരുന്നു റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് വിജയൻ പോകുന്നതിന് മുമ്പ് അനധികൃതമായി 1 വർഷവും കൂടി കാലാവധി നീട്ടിക്കൊടുത്തിട്ടാണ് വിജയൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ സ്വാഭാവികമായും റവാഡ ചന്ദ്രശേഖർക്ക് ആരോടായിരിക്കും വിധേയത്വം? റവാഡ ചന്ദ്രശേഖർക്ക് രമേശ് ചെന്നിത്തലയോടാണോ പിണറായി വിജയനോടാണോ വിധേയത്വം? വിജയനോടായിരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് നോക്കൂ. H. വെങ്കടേശിന് ആരോടാണ് വിധേയത്വം? H. വെങ്കടേഷ് ആരുടെ ഉത്തരവുകളാണ് ശിരസ വഹിച്ചുകൊണ്ടിരുന്നത്? H. വെങ്കടേഷ് ആരെയൊക്കെയാണ് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിച്ചുകൊണ്ടിരുന്നത്? H. വെങ്കടേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് H. വെങ്കടേഷ് വിജയൻ്റെ മുന്നിൽ മൂക്ക് മുട്ടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരുപാട് നേരനുഭവങ്ങൾ ഉന്നതരായിട്ടുള്ള പലരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ എന്നും പറഞ്ഞിട്ട് നിൽക്കുന്ന കണ്ടാൽ നാണം കെട്ട് തലകുനിഞ്ഞു പോകും എന്നാണ് H. വെങ്കടേഷിനെ കുറിച്ചിട്ട് എനിക്ക് വളരെ ആധികാരികമായി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ H. വെങ്കടേഷ് പോലീസിലെ പല സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും വിജയനും P. ശശിയും എന്തു പറയുന്നോ അത് ശിരസ വഹിക്കുന്ന ഒരു പിണറായിയുടെ വിശ്വസ്തനും വിധേയനുമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ADGP ക്രൈംബ്രാഞ്ച് H. വെങ്കടേഷ്. ഇതുപോലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ADGP S. ശ്രീജിത്ത്. അയാൾ ADGP അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ചുമതലയിൽ നിലനിൽക്കുന്ന ആളാണ് അയാൾ. നമുക്കറിയാം TP സെൻകുമാർ ആദ്യം DGP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയിട്ട് 1ാം പിണറായി സർക്കാരിൽ ശ്രമമുണ്ടായി. അദ്ദേഹം സുപ്രീം കോടതി വിധിയും കൂടെ മേടിച്ചുകൊണ്ടുവന്ന് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുമ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിയമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പോസ്റ്റാണ് ADGP അഡ്മിനിസ്ട്രേഷൻ. അതന്ന് TP സെൻകുമാറിനെ വളഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ടോമിൻ തച്ചങ്കരിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് പിന്നീട് തുടർന്നു. ആ പോസ്റ്റിൽ എങ്ങനെയൊക്കെയോ അധികാരത്തിൽ വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ADGP S. ശ്രീജിത്ത്, ADGP അഡ്മിനിസ്ട്രേഷൻ S. ശ്രീജിത്ത്. ഈ ADGP അഡ്മിനിസ്ട്രേഷൻ S. ശ്രീജിത്ത് കഴിഞ്ഞ കുറേ കാലമായി എന്തായിരുന്നു? വിജയനും P. ശശിയും പറയുന്നത് ശിരസ വഹിച്ചുകൊണ്ടിരുന്ന, P. ശശിക്ക് വേണ്ടി P. ശശി എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന, P. ശശിയുടെ മുന്നിൽ പോലും മൂക്കേൽ മുട്ടുമുട്ടിച്ചു നിന്നിരുന്ന ADGP ആയിരുന്നില്ലേ S. ശ്രീജിത്ത്? അദ്ദേഹം എനിക്കെതിരെ നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകും. അദ്ദേഹമാണ് 2ാമത്തെ ADGP. പ്രത്യേകിച്ച് റവാഡ ചന്ദ്രശേഖർ DGP ആയി വന്നതിനെ തുടർന്ന്
റവാഡ ചന്ദ്രശേഖരനെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ട് നടക്കുന്നത് പിന്നെ ഈ ADGP S. ശ്രീജിത്തായിരുന്നു. കാരണം റവാഡ ചന്ദ്രശേഖർ 17 വർഷക്കാലം കേരളത്തിന് പുറത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ പോലീസ് ഭരണത്തെക്കുറിച്ചിട്ട് ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേലാത്ത ആളായിരുന്നു റവാഡ ചന്ദ്രശേഖർ. ആ റവാഡ ചന്ദ്രശേഖരൻ്റെ മേൽ സ്വാധീനം ചെലുത്തി അദ്ദേഹത്തെ കൊണ്ടു നടന്ന് അധികാരം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ADGP S. ശ്രീജിത്ത്. അയാൾക്ക് വിധേയത്വം ആരോടാണ്? അയാൾക്ക് വിധേയത്വം P. ശശിയോടും വിജയനോടുമായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാർ. പിന്നെ ഇൻ്റലിജൻസിൻ്റെ ഒരു P. വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുന്നത് 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന റിപ്പോർട്ട് എഴുതി പിണറായി വിജയൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി മൂക്കുമുട്ട മുട്ടിച്ച് നിന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള പിന്നെ P. വിജയൻ. പിന്നുള്ളത് മനോജ് എബ്രഹാമാണ്. അദ്ദേഹം ഇതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രഹാം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം വിജിലൻസ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ഇതിനൊന്നും വലിയ പങ്കൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കൂടെ ഒഴിവാക്കി നിർത്തിയാൽ ഈ DGPയെ നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോഴും പിന്നെ ആ ഉന്നത സ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത്. അതൊരു വിമർശനമായി ഞാൻ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുന്നില്ല. കാരണം അവരെയൊക്കെ മാറ്റി പുതിയൊരു ടീമിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു 3-4 ആഴ്ച സമയമെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരെല്ലാവരെയും മാറ്റി പുതിയൊരു ഊർജ്ജസ്വലമായ കാര്യക്ഷമമായിട്ടുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ആഭ്യന്തര വകുപ്പ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് DGP റാങ്കിൽ ഉണ്ടായിരുന്ന ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുള്ളതെന്നും അവരുടെയൊക്കെ നേതൃത്വത്തിൽ ആ ഉപദേഷ്ടാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല പുതിയൊരു ടീമിനെ പോലീസിൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സംഭവം വന്നത്. ആ സംഭവം എന്ത് ചെയ്തു? ആ സംഭവം സേനയിലെ പിണറായി ഭക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നല്ലപോലെ മുതലെടുത്തു. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ ഇപ്പം തങ്ങളെ അറിയിച്ചില്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് വന്നപ്പോൾ എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിനകത്ത് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ പിന്നെ അന്വേഷണം നടത്താൻ റെയ്ഡ് നടത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ DGPയെയും ഈ പറഞ്ഞ പോലെ വെങ്കടേശനെയും ശ്രീജിത്തിനെയും ഒക്കെ അറിയിക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. സ്വാഭാവികമായി അവരറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ പിണറായി വിജയൻ അറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിനെ അറിയിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് റെയ്ഡ് നടത്താൻ കഴിയില്ല. പക്ഷേ റെയ്ഡ് നടത്തി തുടങ്ങുമ്പോഴെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തേണ്ടതായിരുന്നില്ല സുഹൃത്തുക്കളെ? പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി അണികൾ അവിടെ വന്ന് കൂടും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ റവാഡ ചന്ദ്രശേഖർക്കും ഈ H. വെങ്കടേശനും S. ശ്രീജിത്തിനും എങ്ങനെയാണ് ഉണ്ടാകാതിരുന്നത്? അവരനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തേണ്ടതായിരുന്നില്ലേ? അവർ ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഇത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? അവരത് ചെയ്തില്ല. അവർ ആഭ്യന്തരമന്ത്രിയോട് ഇക്കാര്യങ്ങൾ കാലേകൂട്ടി ചർച്ച പോലും ചെയ്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർക്ക് വിധേയത്വം വിജയനോടാണ്, രമേശ് ചെന്നിത്തലയോടല്ല അവർക്ക് വിധേയത്വം. DGPയെ സംബന്ധിച്ചിടത്തോളം DGPക്ക് 1 വർഷം കൂടി കാലാവധി നീട്ടിക്കൊടുത്ത വിജയനോടാണ് റവാഡ ചന്ദ്രശേഖർക്ക് വിധേയത്വം. H. വെങ്കടേശനും S. ശ്രീജിത്തിനും വിധേയത്വം P. ശശിയോടും വിജയനോടുമാണ്. അവരനങ്ങിയില്ല. അനങ്കാംപാറ നയം അവർ സ്വീകരിച്ചു. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? അതിനെ തുടർന്ന് അവിടെ ജനം കൂട്ടം കൂടി നിന്നു. വിജയൻ്റെ വീട്ടിൽ നിന്ന് ED സംഘം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അത് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടിരുന്ന ചുമതല ADGPമാർക്കും DGPക്കും ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ? അവരത് നടപ്പിലാക്കിയോ? അവർ നടപ്പിലാക്കിയില്ല. അപ്പോൾ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അവരുടെ ഉദ്ദേശം വിജയനോടുള്ള വിധേയത്വം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അവർ തീരുമാനിച്ചു. ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാവട്ടെ എന്നവർ തീരുമാനിച്ചു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി ഇത് അറിയുകയും ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതികളെല്ലാം ഓടി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറി, പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറി. സ്വാഭാവികമായും ആ ഓഫീസിൽ കയറി പ്രതികളെ പിടിക്കേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? എന്തായിരുന്നു CPMൻ്റെ ഉദ്ദേശം? അവരവിടെ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ വന്നിരുന്നത്. IP ബിനു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഗുണ്ട ചീമുട്ടയുമായിട്ടാണ് അവിടെ വന്നത്. ഇടിക്കട്ടയുമായിട്ട് വന്നു.
കല്ലുകളുമായിട്ട് വന്നു, കമ്പും കുറുവടികളുമായിട്ട് CPM അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അവർ മുൻകൂട്ടി തീരുമാനിച്ച് അവരവിടെ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് എന്നല്ലേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് കലാപം സൃഷ്ടിച്ചവർ മുഴുവൻ ഓടി പാർട്ടി ഓഫീസിലേക്ക് കയറി. സ്വാഭാവികമായും അവരുടെയും ഈ ഗൂഢാലോചനയ്ക്ക് ഒത്താശ കൊടുത്ത വിജയൻ്റെ വിശ്വസ്ത വിനീതരായിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ എന്തായിരുന്നു? ആ പാർട്ടി ഓഫീസിൽ കുറേ പ്രതികളെ പിടിക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിടുമെന്നും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഓഫീസിലേക്ക് കയറാമെന്നും പാർട്ടി ഓഫീസിൽ കയറുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാകുമെന്നും ആ സംഘർഷം ഒരുപക്ഷെ നാളെ ഒരു ലാത്തി ചാർജിലേക്കോ അല്ലെങ്കിൽ ഒരു വെടിവെപ്പിലേക്കോ എത്തുമെന്നും അതിലൂടെ കലാപം സൃഷ്ടിക്കാമെന്നും ഉള്ള ഉദ്ദേശമായിരുന്നു പാർട്ടി അണികൾക്കുണ്ടായിരുന്നത്, പാർട്ടിയുടെ ഗുണ്ടകൾക്കുണ്ടായിരുന്നത്. അതിനനുസൃതമായി ഒരനങ്ങാമ്പാറ നയം ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എടുക്കുകയായിരുന്നു എന്ന് നമുക്ക് സംശയിച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ? ആഭ്യന്തരമന്ത്രിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ വിജയനോടും ശശിയോടും വിധേയത്വമുള്ള, അവർ പറയുന്നത് അവർ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ ആഭ്യന്തരമന്ത്രിയെ വെട്ടിലാക്കാൻ വേണ്ടി അവിടെ ഒരു സംഘർഷം വികസിച്ച് വരട്ടെ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു എന്നുള്ളതല്ലേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം വരുന്നുണ്ട്, അവിടെ വേണ്ട പോലെ ചെയ്തില്ല എന്നുള്ളത്. അത് പൂർണ്ണമായും അത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കുറച്ച് വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസിനോട് പാർട്ടി ഓഫീസിൽ കയറാൻ ആഭ്യന്തരമന്ത്രി ഒരു ഉത്തരവിട്ടിരുന്നു എന്ന് വിചാരിക്കുക. പോലീസ് പാർട്ടി ഓഫീസിലേക്ക് ഇരച്ച് കയറുമ്പോൾ അവിടെ പോലീസുമായിട്ടൊരു സംഘർഷം ഉണ്ടാവുകയും ഏതെങ്കിലും പിണറായി ഭക്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഒരു തോക്കെടുത്ത് 2 വെടിവെക്കുകയും കൂടി ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സുഹൃത്തുക്കളെ അവസ്ഥ? ഈ ഗവൺമെൻറ് വന്നിട്ട് 10 ദിവസമേ ഉള്ളൂ. 10 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ വെടിവെപ്പ് ഉണ്ടാകുമായിരുന്നു. ആദ്യത്തെ വമ്പിച്ച ലാത്തി ചാർജ് പാർട്ടി ഓഫീസിന് മുന്നിൽ ഉണ്ടാകുമായിരുന്നു. അത് മനസ്സിലാക്കിയ ബുദ്ധിമാനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി പാർട്ടി ഓഫീസിൽ കയറി സംഘർഷം ഉണ്ടാക്കരുത് എന്ന് പോലീസിന് നിർദ്ദേശം നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആത്മസംയമനം പാലിക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശം നൽകി. അതുകൊണ്ടാണ് അവിടെ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ അവിടെ ഉണ്ടാവാതിരുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പിണറായി ഭക്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആ സ്ഥാനങ്ങളിൽ തുടരുന്നു എന്നുള്ളതാണ്. എന്നുള്ളത് കൊണ്ടാണ് ഈ അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായത്, ഈ ആക്രമണം അവിടെ ഉണ്ടായത്. ഈ ആക്രമണം അവിടെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ രാവിലെ മുതൽ തന്നെ DGPക്ക് അത് സംബന്ധിച്ച് നിർദ്ദേശം കൊടുക്കാമായിരുന്നു. അയാൾ കൊടുത്തില്ല. അയാളെ നിയന്ത്രിക്കുന്ന ADGP അഡ്മിനിസ്ട്രേഷന് ഈ നിർദ്ദേശം കൊടുക്കാമായിരുന്നു, DGPയെ കൊണ്ട് കൊടുപ്പിക്കാമായിരുന്നു. അയാൾ അതിന് താല്പര്യം കാണിച്ചില്ല. ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടുള്ള H. വെങ്കടേഷിന് ഈ അനിഷ്ട സംഭവങ്ങൾ തടയാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാമായിരുന്നു. അയാൾ അതിന് നിർദ്ദേശം കൊടുത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ആഭ്യന്തരമന്ത്രിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് പിണറായിയുടെ വിശ്വസ്ത വിധേയരായിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കലാപത്തിനും ഒരു ലാത്തി ചാർജിനും എന്തിനൊരു വെടിവെപ്പിന് പോലും ഗൂഢാലോചന നടത്തിയോ എന്ന നിലയിലുള്ള സംശയങ്ങൾ ഉയർന്നാൽ നമുക്കതിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, താങ്കൾ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ താങ്കൾ എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ ഉന്നതങ്ങളിലുള്ള പിണറായി വിജയൻ്റെ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തി അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി ചുറുചുറുക്കായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സേനയുടെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞിട്ടുള്ള ADGP ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. അദ്ദേഹം സത്യസന്ധനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അനൂപ് കുരുവിള ജോൺ എന്ന് പറഞ്ഞിട്ടൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ TP കേസിലെ പ്രതികളെ പിടിക്കുന്നതിൽ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ച അനൂപ് കുരുവിള ജോൺ ഇപ്പോൾ കേന്ദ്രത്തിൽ NIA-യിലോ മറ്റോ പ്രവർത്തിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവരെ പോലുള്ളവരെ തിരിച്ചു കൊണ്ടുവരണം. ഷൗക്കത്ത് അലി TP കേസിലെ പ്രതികളെ മുടക്കോഴിമലയിൽ പോയി അതിസാഹസമായി അറസ്റ്റ് ചെയ്ത ഷൗക്കത്ത് അലിയോട് എത്ര ഭീകരമായിട്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചത്. അയാൾ യൂണിഫോം ഇടാൻ പോലും കുറേ നാൾ അയാളെ അനുവദിച്ചില്ല. അയാളെ ഈ പോലീസിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പോസ്റ്റിലേക്ക്. ചൈത്ര തെരേസ ജോൺ എന്ന് പറഞ്ഞിട്ട് IPS ഉദ്യോഗസ്ഥരുണ്ട്. അവരെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിയാണ് അവർ. പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രതികളെ പിടിച്ചുകൊണ്ടുപോയ അതീവ ധൈര്യശാലിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് ചൈത്ര തെരേസ ജോൺ. അവരെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ആ നിലയിൽ ഈ പിണറായി വിജയൻ്റെ വിശ്വസ്ത വിധേയരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ ഊർജ്ജസ്വലരായിട്ടുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്ത നിലയിൽ പോലീസ് സേന ഉടച്ചു വാർക്കണം എത്രയും പെട്ടെന്ന് എന്നാണ് എനിക്ക് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്.
അങ്ങനെ ഒരു പുതിയ പിന്നെ സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ വളർത്തിയെടുക്കാൻ രമേശ് ചെന്നിത്തലയെ സഹായിക്കാൻ കഴിയുന്ന ഒരു പോലീസ് ഉപദേഷ്ടാവിനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഹേമചന്ദ്രൻ, അദ്ദേഹം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായി. അദ്ദേഹത്തിന് അതിന് കഴിയും എന്നാണ്, ആഭ്യന്തരമന്ത്രിയെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എനിക്ക് ശ്രീമാൻ ഹേമചന്ദ്രനോട് ചില ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ ശ്രീമാൻ ഹേമചന്ദ്രൻ്റെ നമ്പർ ആഭ്യന്തരമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനോട് ഞാൻ ചോദിച്ചു. അത് കിട്ടാൻ താമസിച്ചപ്പോൾ ഞാൻ എന്താണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ എന്നോട് PA പറഞ്ഞു, അദ്ദേഹം ആർക്കും ഫോൺ നമ്പർ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് ഇവിടെ തോന്നുന്നത് എന്താണ് ആഭ്യന്തരമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളാണല്ലോ ഞാൻ. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോലീസ് ഉപദേഷ്ടാവ് എനിക്ക് നമ്പർ തരാതിരുന്നത് എന്ന് ചോദിച്ച് എനിക്കൊരു അസ്വസ്ഥമാകേണ്ടതാണ് സാധാരണ. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. കാരണം ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാനതിനെ എടുത്തത്. കാരണം UDF ഭരിക്കുമ്പോൾ UDFൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവിന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ആർക്കും കൊടുക്കണ്ട എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആർജവവും ഇച്ഛാശക്തിയുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനതിനെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ ഈ പിണറായി വിജയൻ്റെ ദാസന്മാർ മാറി അവിടെ ആർജവവും ഊർജ്ജസ്വലതയും ഇച്ഛാശക്തിയുമുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുമെന്നും അവർ UDF ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയം ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പലതരത്തിൽ വിമർശന വിധേയനാകുന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. കാരണം ഞാനും കൂടെ ചേർന്ന് പോരാടിയതിനെ തുടർന്നിട്ടാണ് ഈ ഗവൺമെൻറ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള സമയം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്കുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒരു വികാര തള്ളിച്ചയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് എല്ലാം തകർന്നടിച്ചു എന്ന് പറഞ്ഞൊന്നും വിമർശിക്കുന്നതിൽ ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിമർശിക്കാൻ നമുക്ക് വേണം, പക്ഷേ തിരുത്താനുള്ള അവസരം കൊടുത്തിട്ട് തിരുത്തുന്നില്ല എന്ന് കാലക്രമേണ നമുക്ക് ബോധ്യമായാൽ നമുക്ക് വിമർശിക്കാം. അതിനും ഞാൻ മടിക്കുന്ന ഒരാളല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച സംഭവം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയെ ഇരുട്ടിൽ നിർത്തി പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയരായിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ DGPയെയും നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിയണം. അത് ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ DGPയുടെ വിധേയത്വം വിജയനോടാണ്. അത് മാറണം. അത് മാറിയിട്ട് UDFൻ്റെ പിന്നെ പോലീസ് നയം അച്ചടക്കത്തോടുകൂടിയും ആർജവത്തോടുകൂടിയും നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി DGPയെ മാറ്റണം. അത് മാറ്റാനുള്ള ആർജവും ഇച്ഛാശക്തിയും ധൈര്യവും ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.